കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ LDFന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥിരം സ്ഥാനാർത്ഥിയാണ്, സ്ഥിരം വിജയിച്ചു വരുന്നയാളാണ്. ജിയോ മോഹനൻ ആണ് UDFന്റെ. നമുക്കറിയാം കണ്ണൂരിൽ ആരാകും എന്നുള്ള ചർച്ച നടന്നു. കെ സുധാകരനോ മോഹനോ എന്നുള്ള ചർച്ച നടന്നൊടുവിൽ മോഹനെ ഷോൾ അണിയിക്കുന്നതിലേക്ക് എത്തുകയായിരുന്നു. NDAയുടെ C രഘുനാഥാണ്. C രഘുനാഥ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് പുറത്തുനിന്ന് കാത്തുനിന്നവർക്ക് നിരാശരാകേണ്ടി വന്ന മണ്ഡലം എന്ന് കൂടി കണക്കാക്കാം. 2016-ലും 2021-ലും കടന്നപ്പള്ളിയാണ്. 2000-ൽ താഴെ മാത്രമാണ് ഭൂരിപക്ഷം അവിടെ നിന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നത് പ്രധാനമാണ്. സതീശൻ പാച്ചേനി ആയിരുന്നു അവിടെ എതിരാളിയായിരുന്നു എന്നത്. സതീശൻ പാച്ചേനിയുടെ പരാജയത്തിൽ അവിടെ കോൺഗ്രസിലെ ചിലരുടെ ശ്രമങ്ങൾ കൊണ്ടാണ് ആ പരാജയം സംഭവിച്ചതെന്നുള്ള അങ്ങനെയല്ല. ഇതിനകത്ത് കെ സുധാകരൻ എന്ത് നിലപാട് എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ആ മണ്ഡലം. പ്രചാരണ യോഗത്തിലടക്കം പങ്കെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ വെറുതെ അപമാനിക്കുന്ന പ്രതികരണം നേതാവായിരുന്നു കോൺഗ്രസിലെ. കണ്ണൂരിൽ സുധാകരൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നേതാവാരാ? സതീശൻ പാച്ചേനിയായിരുന്നു ആ സമയത്ത്, അല്ലെ? സതീശൻ പാച്ചേനിയോടാണ് ആര് മത്സരിക്കുന്നത്? കടന്നപ്പള്ളി മത്സരിച്ച് ജയിച്ചു വരുന്നത്. കടന്നപ്പള്ളി എപ്പോഴും ജയിക്കും, മന്ത്രിയാവും. സൗമ്യനായ സാന്നിധ്യം, പാട്ടും പാടും, വേണമെങ്കിൽ പാട്ട് നിർത്താതെ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇത്തവണ ആ പാട്ടും പാടി ജയം ഉണ്ടാകുമോ. കണ്ണൂരിൽ UDF ഇത്തവണ പ്രതീക്ഷിക്കുന്ന സീറ്റാണ്. ട്രെൻഡ് നോക്കാം. ട്രെൻഡ് എന്താണ്? കണ്ണൂരിൽ എന്നാണ് ട്രെൻഡ്. UDF ആണ്. കണ്ണൂരിൽ സുധാകരന്റെ ആശീർവാദത്തോടു കൂടി തന്നെ മോഹനൻ ജയിക്കുന്നു എന്നുള്ളതാണ്. അനുഗ്രഹിച്ച ജിയോ മോഹനൻ വിജയിക്കുമെന്നാണ് ട്രെൻഡ് പറയുന്നത്. അതെ, പക്ഷെ കേരളത്തിൽ മുഴുവൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. ചില പുതിയ വിവാദങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കെ സുധാകരന്റെ നിലപാട് കണ്ണൂർ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കെ സുധാകരനെ എപ്പോഴും ഇങ്ങനെ സംശയത്തിന് നിലയിൽ നിർത്താതെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കെ സുധാകരൻ അങ്ങനെ ഒരു ആരോപണം കൂടി നേരിടേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇത്രയും പ്രായമായി ഇത്രയും വലിയ പദവികളൊക്കെ ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ കാലുവാരി എന്നൊരു പട്ടം അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോടൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് എന്തുകൊണ്ട് സീറ്റ് തന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ സണ്ണി ജോസഫ്, അല്ലെങ്കിൽ ഞാൻ വന്നാൽ സണ്ണി ജോസഫിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് സുധാകരൻ. അങ്ങനെ തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ കണ്ണൂരിൽ എത്ര മന്ത്രിമാരാണ്? അല്ല, അവിടെ 3 സീറ്റ് ആയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 2 ഉള്ളൂ. അതുകൊണ്ടേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾക്കേ മന്ത്രിയാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, സുധാകരന്റെ അടുപ്പക്കാരോട് സുധാകരൻ പറയുന്നതാണ്. സുധാകരന്റെ വായിൽ കയറി പറയാൻ പറ്റില്ലല്ലോ. അല്ല, സുധാകരന്റെ വായിൽ കയറി പറയാൻ പറ്റില്ലല്ലോ. സുധാകരന്റെ അടുപ്പക്കാരോട് പറയുന്നതാണ്. ആ പാർട്ടിയിലെ നീക്കമാണ്. അതേ ഫോർമുല എടുത്തല്ല ഇവിടെ ക്യാബിനറ്റ് ഉണ്ടാക്കുക.